ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസ് CPM-കാരനോ അതോ കോൺഗ്രസോ? വഞ്ചൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക VJ ശാമിലിയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2015 തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂന്തുറ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രവർത്തകരാണ് വിഷയം ചർച്ചയാക്കിയത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 405 വോട്ടിന് ബെയിലിൻ ദാസ് പരാജയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പൂന്തുറയിലും തീരപ്രദേശത്തും CPM പ്രവർത്തകൻ എന്ന നിലയിൽ ബെയിലിൻ ദാസ് സജീവമായിരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപണം. ബെയിലിൻ ദാസിന് വോട്ടഭ്യർത്ഥിച്ച് 2015 CPM തയ്യാറാക്കിയ പോസ്റ്റർ ഉൾപ്പെടെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ കുത്തിപ്പൊക്കുകയും ചെയ്തു. എന്നാൽ ബെയിലിൻ ദാസിന്റെ രാഷ്ട്രീയ ബന്ധത്തിൽ ആരോപണങ്ങൾ പ്രതിരോധിക്കുകയാണ് പ്രാദേശിക CPM നേതാക്കൾ. CPM-ൽ എത്തുന്നതിന് മുമ്പ് ബെയിലിൻ ആം ആദ്മി പാർട്ടിക്കാരനായിരുന്നുവെന്നാണ് ഇതിലൊരു വാദം. 2015 CPM സ്ഥാനാർത്ഥിയായെങ്കിലും ഇതിനുശേഷം വീണ്ടും CPM വിട്ടിരുന്നുവെന്നും നിലവിൽ കോൺഗ്രസിനൊപ്പമാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന സമയത്ത് ബെയിലിൻ ദാസ് നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉൾപ്പെടെ ഉയർത്തിയാണ് CPM പ്രതിരോധം തീർക്കുന്നത്. CPM നേതാക്കൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബെയിലിൻ ദാസ് കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കുന്ന വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലഭ്യമാണ്. യൂത്ത് കോൺഗ്രസ് പൂന്തുറ മണ്ഡലം കമ്മിറ്റിയും ബെയിലിൻ ദാസിനെ സ്വാഗതം ചെയ്യുന്ന പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെയാണ് പോസ്റ്റ്. 2020 കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബെയിലിൻ ദാസ് നടത്തിയ പ്രതികരണങ്ങളും കോൺഗ്രസ് ബന്ധം ഉറപ്പിക്കുന്നതാണ്. തന്റെ കുടുംബം കാലങ്ങളായി കോൺഗ്രസ് പശ്ചാത്തലം ഉള്ളവരാണെന്നാണ് ഇതിലെ പ്രധാന പരാമർശം. കോൺഗ്രസ് തന്റെ തറവാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയത്തിൽ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്നും ബെയിലിൻ ദാസ് പറഞ്ഞിരുന്നു. ആ തിരിച്ചറിവിന്റെ ഭാഗമായി കോൺഗ്രസിലേക്ക് ചുവടുമാറ്റുകയാണെന്നും 2020 ഡിസംബറിൽ പങ്കുവച്ച വീഡിയോയിൽ ബെയിലിൻ ദാസ് അവകാശപ്പെടുന്നുണ്ട്. ജനസേവനമായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് CPM-ലെത്തിയത്. ജീവിതത്തിൽ ആദ്യമായി പൊതുപ്രവർത്തനത്തിലേക്ക് ക്ഷണിച്ചത് CPM ആയിരുന്നു. അതിന് നന്ദിയുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പൊതുസേവനത്തിന്റെ അന്തസ്സത്ത മറന്നു പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തികൾ ന്യായീകരിക്കാനായില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്നത്തെ തോൽവിയിൽ പരിഭവമില്ല. ഇങ്ങനെയായിരുന്നു പരാമർശങ്ങൾ. ഈ വാക്കുകൾ ഇപ്പോൾ ബെയിലിൻ ദാസിനെയും കോൺഗ്രസിനെയും ഒരേപോലെ തിരിഞ്ഞുകൊത്തുകയാണ്. ഒരു പെൺകുട്ടിയുടെ കരണം അടിച്ചു പൊട്ടിച്ച ജനസേവനത്തിന്റെ അന്തസ്സത്തെയാണ് ബെയിലിൻ ദാസ് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് CPM-ന് ഇല്ല എന്നാണ് സൈബർ ഇടങ്ങളിൽ ഉയരുന്ന കമന്റുകൾ. ബെയിലിൻ ദാസിന്റെ രാഷ്ട്രീയം ചർച്ചയാക്കിയ കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. വഴിയെ പോയ വെയ്യാവേലി ഏണി വെച്ച് കയറി പിടിച്ചത് ഇത്ര കണ്ട് തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് കരുതിയില്ല.